ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഡേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈസ്, ആം, ആർ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസ്, ആം, ആർ എന്നുള്ള ഇതൊക്കെ നമ്മൾ പല സെൻറ്റൻസിലായിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ വാക്കിൻ്റെ കൂടെയാണ്, ഏതൊക്കെ ഇതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈസ്, ഫസ്റ്റ് നമുക്ക് ഈസ് നോക്കാം. ഈസ് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരു നെയിം, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, റിഫ ഈസ്. അപ്പോൾ ഹി ഈസ് എ ഗുഡ് ഗേൾ, ഷീ ഈസ് എ ഗുഡ് ഗേൾ, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ ഒരാൾ, അവന്, അവൾ, അത് അല്ലെങ്കിൽ അവൾ, ഒരാളുടെ കൂടെയൊക്കെയാണ് ഈസ് യൂസ് ചെയ്യുക. ഇനി ആം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആം ഫുള്ള് ഐയുടെ കൂടെ ആയിരിക്കും വരിക. ഐ ആം എന്ന് കേട്ടില്ലേ, ഐ ആം റിഫ, ഐ ആം ഗുഡ് ഗേൾ, ഐ ആം ദിന, ഐ ആം ദിൽന എന്നൊക്കെ വരും. ഇനി ആറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു, വി, ദേ, പിന്നെ നെയിംസും. ഇപ്പോൾ യു ആർ, വി ആർ, ദേ ആർ എന്നൊക്കെ പറയില്ലേ. യു ആർ എ ഗുഡ് ഗേൾ, വി ആർ ഗോയിങ് ടു ഹോം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉള്ള സെൻറ്റൻസിൻ്റെ കൂടെയാണ് ആറ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈസ്, ഹി, ഷീ, ഇറ്റ്, റിഫ എന്നുള്ളതിൻ്റെ കൂടെയും ആം ഐയുടെ കൂടെയും ആർ യു, വി, ദേ, റിഫ ആൻഡ് ദിന എന്നതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഇനി നമുക്കൊരു ജോലിയുടെ കാര്യത്തിനാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ വരിക നോക്കാം. അപ്പോൾ ഈസ് ആണെങ്കിൽ ഷീ ഈസ് എ നേഴ്സ്, അവൾ ഒരു നേഴ്സാണ്. ഷീ ഈസ് എ നേഴ്സ്. അവൻ ഒരു ഡ്രൈവറാണ് എന്നുള്ളത് എങ്ങനെ പറയാം? ഹീ, അവൻ എന്നുള്ളതിന് ഹീ, പിന്നെ ആണ് എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ ഈ ഈസും ആമും ആറും ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഹീ ഈസ് എ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഡ്രൈവറാണ്. ഞാൻ ഒരു ടീച്ചറാണ്. ഞാൻ എന്നുള്ളതിന് ഐ എന്നും, ആണ് എന്നുള്ളതിന് ആം എന്നും, ടീച്ചർ എന്നുള്ളതിന് ടീച്ചർ തന്നെ. അപ്പോൾ ഞാൻ ഒരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ. ഞങ്ങൾ എൻജിനീയേഴ്സാണ്. ഞങ്ങൾ എന്നുള്ളതിന് എന്താ പറയുക? വി എന്ന് പറയൂലേ. അപ്പോൾ ഞങ്ങൾ എൻജിനീയേഴ്സാണ്. വി ആർ എൻജിനീയേഴ്സ്. അപ്പോൾ ജോബിൻ്റെ കാര്യത്തിനൊക്കെ നമ്മൾ ഈസ്, ആം, ആർ എന്നുള്ളതിൻ്റെ ഒക്കെ അർത്ഥം ആണ്, ഒരു കാര്യമാണ് എന്ന് പറയുന്നതിനാണ് ഇതൊക്കെ ഈസും ആമും ആറും യൂസ് ചെയ്യുക. ഇപ്പോൾ അവൾ ഒരു നേഴ്സാണ്. ഷീ ഈസ് എ നേഴ്സ്. അവൻ ഒരു ഡ്രൈവറാണ്. ഹീ ഈസ് എ ഡ്രൈവർ. ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ. ഞങ്ങൾ എൻജിനീയേഴ്സാണ്. വി ആർ എൻജിനീയേഴ്സ്. ഇനി ഈ ജോബ് മാത്രമല്ല, പല ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിലും ഈ ഈസും ആമും ആറും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ പലവിധ ക്യാരക്ടർ ഉണ്ട് അല്ലേ. ബോൾഡ്, ഇന്നസെൻറ്റ്, ബ്രേവ്, കോവാർഡ്സ്, ഇതൊക്കെ ഓരോ ക്യാരക്ടറിൻ്റെ പലതരമാണ്. നിഷ്കളങ്കന്, ബോൾഡ്, നമ്മൾ പറയും സുന്ദരനാണ്. ഇതെല്ലാം ക്യാരക്ടറിൻ്റെ പലവിധ ടൈപ്പാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് പറയാനും നമ്മൾ ഈസും ആമും ആറും യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ബോൾഡാണ്. ഞാൻ എന്നുള്ളതിന് ഐയും, ബോൾഡാണ് ഐ ആം ബോൾഡ്. അപ്പോൾ ഞാൻ ബോൾഡാണ് എന്നുള്ളതിന് ഐ ആം ബോൾഡ് എന്നും. അവൻ ഒരു നിഷ്കളങ്കനാണ്. ഹി ഈസ് ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ. അവൾ ധൈര്യശാലിയാണ്. അവൾ എന്നുള്ളതിന് എന്താ പറയുക? ഷീ ഈസ് ബ്രേവ്. ഞങ്ങൾ ഭീരുക്കളാണ്. വി ആർ കോവാർഡ്സ്. ഇങ്ങനെ ക്യാരക്ടർ പറയാനും ജോബ് പറയാനും ഒക്കെ നമ്മൾ ഈസും ആമും ആറും യൂസ് ചെയ്യാം. ഇനി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ഈസും ആമും ആറും യൂസ് ചെയ്യാം. ഇമോഷൻസ് പറയാൻ സന്തോഷം, സങ്കടം, ചിരി, കരച്ചിൽ, ഇതൊക്കെ ഓരോ ഇമോഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തരങ്ങളാണ്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. എനിക്ക് എന്നുള്ളതിന് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ഐയുടെ കൂടെ എന്താ വരിക? ആം. അപ്പോൾ ഐ ആം ഹാപ്പി. അവന് സങ്കടമാണ്. ഹീ ഈസ് സാഡ്. അപ്പോൾ അവന് എന്നുള്ളതിന് ഹീ എന്നും, സങ്കടം എന്നുള്ളതിന്
സാഡും. അപ്പോൾ അവന് സങ്കടമാണ് എന്ന് പറയുന്നതിന് ഈസും കൂടി ചേർത്താൽ ഹീ ഈസ് സാഡ്, അവന് സങ്കടമാണ്. അവർക്ക് ദേഷ്യമാണ്, ദേ ആർ ആംഗ്രി, ഞങ്ങൾക്ക് നിരാശയാണ്, വി ആർ അപ്സെറ്റ്. അപ്പം വി എന്നുള്ളതിൻ്റെ കൂടെയൊക്കെ വി, യു, ദേ എന്നുള്ളതിൻ്റെ കൂടെയൊക്കെ ആരാണ് യൂസ് ചെയ്യുക? വി ആർ അപ്സെറ്റ്, ഞങ്ങൾ നിരാശയാണ്. രാഹുൽ ക്ഷീണിതനാണ്. അപ്പോൾ രാഹുൽ ഈസ് ടയേർഡ്. നമ്മൾ പറഞ്ഞു നെയിമിൻ്റെ കൂടെ ഈസാണ് യൂസ് ചെയ്യുക. സോ രാഹുൽ ഈസ് ടയേർഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇമോഷന്, ക്യാരക്ടർ, ജോബ് എന്നുള്ളതൊക്കെ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ഈസു, ആമും, ആറും യൂസ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ള ഒരു ഹോംവർക്കാണ്. ഈസ്, ആം, ആറ് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതുപോലുള്ള ഡെയിലി ഇംഗ്ലീഷ് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടീ എന്ന നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.